കൂറ്റനാട് വാവന്നൂർ അഷ്ടാംഗം ആയുർവേദ കോളേജിൽ നിളയുടെ നാട്ടുവഴികൾ എന്ന തലക്കെട്ടിൽ സംവാദ പരമ്പരയ്ക്ക് തുടക്കമായി. നിള നദീതീരത്തെ പ്രകൃതിയും മനുഷ്യനും ഉൾച്ചേർന്ന ചരിത്രത്തിന്റെ പഠനമാണ് സംവാദ പരമ്പരയുടെ ലക്ഷ്യം. അഷ്ടാംഗത്തിൽ പ്രവർത്തിക്കുന്ന PR കൃഷ്ണകുമാർ പൈതൃക ജ്ഞാനകേന്ദ്രവും ഫ്രണ്ട്സ് ഓഫ് ഭാരതപ്പുഴയും കോയമ്പത്തൂർ ആയുർവേദ ചികിത്സാലയം ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും സംയുക്തമായാണ് സെമിനാറിന് വേദിയൊരുക്കുന്നത്. കല, സംസ്കാരം, വിദ്യാഭ്യാസം, കൈവേലകൾ, ജന്തു സസ്യവൈവിധ്യം തുടങ്ങി 40ഓളം വിഷയങ്ങളിൽ ഊന്നിയാണ് സംവാദ പരമ്പര നടക്കുന്നത്. നിളാതീരത്തെ ആയുർവേദ പാരമ്പര്യം എന്ന വിഷയത്തിൽ നടന്ന ആദ്യ സെമിനാർ അഷ്ടവൈദ്യൻ പുലാമന്തോൾ ശങ്കരൻ മൂസ് ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി അമിയ ആയുർവേദ ആശുപത്രി പ്രധാന വൈദ്യൻ വിനോദ് കൃഷ്ണൻ, ശ്രീപതി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സ്മിത ദാസ് എന്നിവർ വിഷയം അവതരിപ്പിച്ചു. ആയുർവേദ പാരമ്പര്യം ഒറ്റയ്ക്ക് ഒരു ശാഖയായിട്ട് നിലനിൽക്കുന്നതല്ല. അതിന് മറ്റ് പല മേഖലകളുമായിട്ടും ബന്ധമുണ്ട്. വൈജ്ഞാനിക ലോകവുമായിട്ട് ഏറെ ബന്ധമുള്ളതാണ്. അതുപോലെ തന്നെ ഈ സംസ്കൃത പാരമ്പര്യവുമായിട്ടും ഇതിനേറെ ബന്ധമുണ്ട്. നമുക്കറിയാം, പഴയ ആയുർവേദ ഗ്രന്ഥങ്ങളെല്ലാം തന്നെ സംസ്കൃത ഭാഷയിൽ രചിക്കപ്പെട്ടതാണ്. ഒരു നാടിൻ്റെ പാരമ്പര്യം, ഒരു സിദ്ധി എങ്ങനെയാണ് പരമ്പരാഗതമായിട്ട് കൈമാറ്റം ചെയ്തു പോന്നിരുന്നത് എന്ന് അറിയാനുള്ള അവകാശം പുതിയ തലമുറയ്ക്കുണ്ട്. ആ പൈതൃകത്തിൻ്റെ വക്താക്കളാക്കാൻ പുതിയ തലമുറയ്ക്ക് അവസരമുണ്ട്. അതിനെ നേടിയെടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതിന് ചില കൂട്ടായ്മകൾക്ക് മാത്രമേ സാധിക്കൂ. അഷ്ടവൈദ്യൻ വൈദ്യമഠം സുബിൻ മോഡറേറ്ററായി. അഷ്ടാംഗം സെക്രട്ടറി ഉണ്ണിമങ്ങാട്ടിന്റെ അധ്യക്ഷതയിൽ കോയമ്പത്തൂർ ആയുർവേദ ഫാർമസി ട്രസ്റ്റി ശിവദാസ് വാര്യർ മുഖ്യപ്രഭാഷണം നടത്തി. ഒന്ന്, നിള എന്ന് പറഞ്ഞ ശബ്ദവും കാശ്മീരിലെ നിള എന്ന് പറയുന്ന നാഗരാജാവുമായി ബന്ധമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു നാഗ ഉപാസനയുടെ ഭാഗമായി ഇതിനെ കാണും. കുമാരസംഭവത്തിൽ 2-ാം സർഗത്തിലെ 22-ാമത്തെ ശ്ലോകത്തിൽ കാളിദാസൻ പുള്ളുവൻ എന്ന് പറഞ്ഞത് ഒരു നാഗ ഉപാസകനാണെങ്കിൽ ഇവിടുത്തെ പുള്ളുവനും കാശ്മീരിലെ പുള്ളുവനും തമ്മിൽ ബന്ധമില്ലേ? എൻ്റെ ഉപാസനയെ സംബന്ധിച്ചിടത്തോളം അനന്തനാഗും തിരുവനന്തപുരത്തെ അനന്തപത്മനാഭസ്വാമിയും നിളയും എല്ലാം ആ അനന്തമായ ആ അനന്തനെ തന്നെ സൂചിപ്പിക്കുന്നതാണ്. സി രാജഗോപാൽ, വിനോദ് നമ്പ്യാർ, രാജേന്ദ്രബാബു, ഡോക്ടർ എ രമ്യ, ഡോക്ടർ ജിഷ്ണു നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. അടുത്ത സെമിനാർ ആഗസ്റ്റ് 23 ശനിയാഴ്ച നിളാതീരത്തെ നെയ്ത്തുപാരമ്പര്യം എന്ന വിഷയത്തിൽ നടക്കും.